താമരശ്ശേരി കൈതപ്പൊയിലിൽ ഹസ്നയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ അന്വേഷണം തുടരുന്നു. യുവതിയുടെ മരണത്തിൽ ദുരൂഹത വർദ്ധിപ്പിച്ച 2 ആത്മഹത്യാക്കുറിപ്പുകൾ കണ്ടെത്തി. ഹസ്നയുടെ മരണസ്ഥലത്തു നിന്നാണ് 2 ആത്മഹത്യാക്കുറിപ്പുകൾ കണ്ടെത്തിയത്. ഒരു കുറിപ്പ് ഹസ്നയുടെ പങ്കാളി ആദിലിൻ്റെതാണെന്നാണ് പോലീസ് സംശയം. ആദിലിനെ അന്വേഷണ സംഘം 2 തവണ ചോദ്യം ചെയ്തു. ഹസ്നയുടെ ശബ്ദ സന്ദേശത്തിലെ കൊടിസുനി പരാമർശത്തിലും പോലീസ് അന്വേഷണം നടത്തും. കൊടിസുനിയും ആദിലും തമ്മിലുള്ള ബന്ധവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഹസ്നയുടെ ശബ്ദ സന്ദേശത്തിലുണ്ടായിരുന്ന ഷിബു പ്രദേശവാസിയാണെന്നും അന്വേഷണ സംഘം പറഞ്ഞു. ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹസ്നയുടെ ഓഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു. ലഹരി ഇടപാടുകൾ പുറത്തു പറയുമെന്നും കൊടിസുനിയും ഷിബുവും അടക്കമുള്ളവർ കുടുങ്ങുമെന്നും കൂടെ താമസിച്ചിരുന്ന ആദിലിന് അയച്ച വോയിസ് മെസ്സേജിൽ പറയുന്നു. ഇതിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ഹസ്നയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. ആദിലെ, നീ ഫോൺ എടുത്തോ, 12 മണിവരെ നിനക്ക് ടൈം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കളി ഇതൊന്നും ആയിരിക്കില്ല. എൻ്റെ ജീവിതം പോയി, എൻ്റെ ജീവിതം പോവുകയാണെങ്കിൽ നിന്റെ ജീവിതവും തീർക്കും. കൊടിസുനി മുതൽ ഷിബു വരെ കുടുങ്ങും. സത്യമാണിത്. എനിക്കറിയാവുന്ന എല്ലാ വിവരങ്ങളും അടിക്കുന്ന ലഹരിയുടെ വിവരമടക്കം സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കും എന്നാണ് ഹസ്ന ഫോൺ സംഭാഷണത്തിൽ പറയുന്നത്. ലഹരി ഉപയോഗത്തെക്കുറിച്ച് പുറത്തു പറയുമെന്നായിരുന്നു യുവതിയുടെ ശബ്ദ സന്ദേശം. ശബ്ദ സന്ദേശത്തിൽ യുവതി കൊടിസുനിയുടെയും ഷിബുവിൻ്റെയും പേര് പറഞ്ഞിരുന്നു. താമരശ്ശേരിയിലെ ഗുണ്ടയും നിരവധി കേസിലെ പ്രതിയുമാണ് ഷിബു. ഹസ്നയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൊടിസുനിയുടെ പരോൾ അവസാനിക്കുന്നതിന് മുൻപ് വയനാട്ടിൽ നടത്തിയ പാർട്ടിയെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ പാർട്ടിയിൽ താമരശ്ശേരി സ്വദേശികളും പങ്കെടുത്തിരുന്നു. ആഴ്ചകൾക്ക് മുമ്പ് ഹസ്ന ആദിലിനയച്ച ശബ്ദ സന്ദേശമാണിത്. ലഹരി ഉപയോഗിക്കുന്ന കാര്യങ്ങളടക്കം തുറന്നു പറയുന്ന ഹസ്ന കൊടിസുനി അടക്കമുള്ളവരെ പരാമർശിച്ചത് മരണത്തിൽ ദുരൂഹത കൂട്ടുന്നുവെന്നാണ് ബന്ധുക്കളുടെ വാദം. ലഹരി ഇടപാട് പുറത്തറിയുമെന്ന് ഭയന്ന് ഹസ്നയെ അപായപ്പെടുത്തിയതാണോ എന്ന് സംശയിക്കുന്നു. 8 മാസം മുമ്പാണ് ആദിലിനൊപ്പം ഹസ്ന താമസം തുടങ്ങിയത്. ഭർത്താവിനെ ഉപേക്ഷിച്ചാണ് ഹസ്ന ആദിലിനൊപ്പം പോയത്. ഇവർക്ക് 3 കുട്ടികളുണ്ട്. ആദിലിനും ഭാര്യയും 2 പെൺകുട്ടികളുമുണ്ട്. ആദിലിനൊപ്പം പോയ ശേഷം ഹസ്ന നേരിട്ടത് ക്രൂരമായ മാനസിക പീഡനമാണെന്ന് ബന്ധുക്കൾ പറയുന്നു. പലപ്പോഴും ഹസ്ന മാതാപിതാക്കളോട് സങ്കടം പറയാറുണ്ടെങ്കിലും ഇത്രത്തോളം രൂക്ഷമാകുമെന്ന് ഇവർ കരുതിയിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് ഹസ്നയെ ഫ്ളാറ്റിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. താമരശ്ശേരി കൈതപ്പൊയിലുള്ള ഹൈസൈൻ അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഹസ്ന. പതിവായി മുറി തുറക്കുന്ന സമയം കഴിഞ്ഞിട്ടും ഹസ്നയെ പുറത്തേക്ക് കാണാതായതോടെ വാതിൽ ചവിട്ടിപ്പൊളിക്കുകയായിരുന്നു. ഫ്ളാറ്റിലെ അയൽവാസിയും ഹസ്നയുടെ ജീവിത പങ്കാളിയായ പുതുപ്പാടി ചോയിക്കോട് വേനക്കാവ് സ്വദേശി ആദിലും ചേർന്ന് ഫ്ളാറ്റുടമയെ വിളിച്ചു വരുത്തിയ ശേഷമാണ് വാതിൽ പൊളിച്ച് അകത്തു കടന്നത്. ഹസ്നയും ആദിലും വിവാഹമോചിതരാണ്. ഹസ്നയുടെ 3 മക്കളിൽ 13 വയസ്സുള്ള മൂത്ത മകൻ മാത്രമാണിപ്പോൾ കൂടെ താമസിക്കുന്നത്. മറ്റു 2 മക്കൾ മുൻ ഭർത്താവിനൊപ്പമാണ്.